പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നേ സോയാ ബോളും നമ്മുടെ മുട്ടയും ചേർത്ത് ചോറ് തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ്. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില. ഈ പരുവാകുമ്പോഴത്തേന് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ ചതച്ചത് ചേർത്തങ്ങോട്ട് ഇട്ടുകൂടി തിളക്കണം. പച്ചപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ പരുവാകുമ്പോഴേക്കും നമ്മൾ സോയാ ബോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും എല്ലാം ചേർത്ത് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഫ്രൈ ആക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രൈ ആക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റൈസ് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം അത് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ പരുവം മതി. ഇതിലേക്കിനി അല്പം തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ചേർത്ത് കൊടുക്കണേ. ഈ പാകം മതി, ഈ പരുവം മതി. ഈ പരുവത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം. ഞാനിതേ ചെറിയ റേഷനറി റൈസാണ് റെഡിയാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതിട്ടിനി ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇതുണ്ട്, ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതിലേക്കിനി കുരുമുളക് പൊടി ചതച്ചത് നമ്മൾ ചേർത്തിട്ട് കൊടുക്കണം. പൊടിച്ചതാണ്. അതിലേക്ക് കൂട്ടുമസാല കടയിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇതിന് ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ നെയ്യ് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ നെയ്യ് ഇഷ്ടമാണോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് ഫ്രൈ ആക്കിയെടുത്ത മുട്ട ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. 2 മിനിറ്റ് അടുപ്പിൽ നിർത്തി ആവി കയറ്റിയതിന് ശേഷം നമുക്ക് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ മുട്ട സോയാ ബോൾ റൈസ് ശരിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇത് തയ്യാറാക്കുക. ഇനി കാണും വരെയും ബൈ.